നിങ്ങൾ നെസാനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എന്നാൽ അതിൻ്റെ യഥാർത്ഥ കഥ എന്താണെന്നറിയോ? 4000 വർഷങ്ങൾക്ക് മുൻപ് ഒരു ചൈനീസ് കമാൻഡറിൻ്റെ ഭാര്യ 3 വർഷമായിട്ട് പ്രഗ്നൻ്റ് ആണ്. അങ്ങനെ ആ അമ്മ ആ കുഞ്ഞിനെ പ്രസവിക്കുന്നു. പക്ഷേ അതിനെ കാണാൻ രക്തമൊക്കെ കട്ട പിടിച്ച് ഒരു ബോൾ പോലെയാണ് ഉള്ളത്. ഇത് കണ്ട ആ ചൈനീസ് കമാൻഡർ ഇത് വല്ല ഡീമൻ ആകുമെന്ന് കരുതി തൻ്റെ വാളെടുത്ത് അതിനെ വെട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു പയ്യൻ പുറത്തോട്ട് വരുന്നു. ഇവനാണ് നെസ. ഈ പയ്യൻ അപ്പോഴാണ് പ്രസവിച്ചെങ്കിലും ആ പയ്യനെ സംസാരിക്കാനും നടക്കാനും സാധിക്കുന്നു. ഇത് കണ്ട ചൈനീസ് ദൈവമായ ടായ് അങ്ങോട്ട് വന്ന് അവനെ തൻ്റെ ശിഷ്യനായി ഏറ്റെടുക്കുന്നു. അവനൊരു കോസ്മിക് വീല് ആയുധമായി നൽകി അവനെ പരിശീലനം നൽകുന്നു. അങ്ങനെ നെസയ്ക്ക് 7 വയസ്സുള്ളപ്പോൾ ഒരു കടൽക്കരയുടെ അടുത്ത് നിന്ന് ആ റിങ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടലിൽ ശക്തമായി ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നു. ഇത് കാരണം അണ്ടർ വാട്ടറിലെ ആ പാലസ് ഇളകാൻ കാരണമാകുന്നു. ആ പാലസിലെ രാജാവായ ഡ്രാഗൺ എംപയർ തൻ്റെ മകനെ നെസാന്റെ അടുത്തേക്ക് പോരാട്ടത്തിന് വിടുന്നു. പോരാട്ടത്തിൽ നെസ അവനെ കൊല്ലുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ആ ഡ്രാഗൺ എംപയർ ഒരു സുനാമി ഉണ്ടാക്കി നെസാന്റെ ഗ്രാമത്തെ നശിപ്പിക്കാൻ നോക്കുന്നു. ഇത് കണ്ട് നെസ ഇതെല്ലാം എൻ്റെ തെറ്റാണ്, എൻ്റെ ഗ്രാമത്തിലുള്ള ജനങ്ങളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് സ്വയം കുത്തിച്ചാവുന്നു. എന്നാൽ അവൻ്റെ മാസ്റ്ററായ ടായ് അങ്ങോട്ട് വന്ന് ഒരു ലോട്ടസ് വെച്ച് അവനെ ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഈ നെസാന്റെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ.